ഹായ് ഹലോ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ റമദാനൊക്കെ അല്ലേ, നമുക്ക് വീടൊന്ന് ഡെക്കോർ ചെയ്താലോ? അപ്പോൾ അതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ ടേപ്പൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിൻ്റെ ഉള്ളിലത്തെ ആ റോളില്ലേ, അതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ആ റോള് വലുതായിരുന്നു, ഞാൻ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്തു കേട്ടോ. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിലിതാ ഇതേപോലെ ഒന്ന് വരച്ചെടുക്കുകയാണ്. അതിൻ്റെ ഔട്ടർ റൗണ്ട് ഒന്ന് നമ്മൾ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ കാർഡ്ബോർഡ് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ ഈസിയാണ്. ഇനി നമ്മളിതാ ഇതേപോലെ ഇതിൻ്റെ ഈ ഒരു റൗണ്ടിൻ്റെ ഗ്ലൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗ്ലൂ ഇടുമ്പോൾ കുറച്ച് നന്നായിട്ട് തന്നെ ഇടുക. ഗ്ലൂ ഗണ്ണൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഏത് ഗ്ലൂ ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്ലൂ ഇട്ടതിന് ശേഷം ആ ഒരു കാർഡ്ബോർഡ് പീസിൽ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള നമ്മുടെ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ പിസ്ത ഷെല്ലാണ്. കുറച്ചും കൂടെ ഒന്ന് നല്ല ഭംഗിയാക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിസ്ത ഷെല്ല് ഇടുന്നത്. പിസ്ത ഷെല്ല് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യമേ മുകളിൽ ഒരു ലെയർ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ പിസ്ത ഷെല്ല് ഇല്ലെങ്കിൽ ഒന്നും ബുദ്ധിമുട്ട് വിഷമിക്കേണ്ട കേട്ടോ. ഇനി അതല്ല നിങ്ങളുടെ അടുത്ത് ഈ ഒരു പേപ്പർ റോൾ ഇല്ലെങ്കിൽ നമുക്ക് വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ ബോട്ടിലിൻ്റെ ക്യാപ്പില്ലേ, അത് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതാ ഇതേപോലെ ഒരു ലെയർ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ വീണ്ടും അതിൻ്റെ താഴത്ത് ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. അത് കൊണ്ടാണ് അങ്ങനെ വെച്ച് കൊടുത്തത്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പേപ്പർ റോളും പിസ്താഷിലും ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു ക്യാപ്പ് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത് ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ്, ചെറുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലുതും ചെറുതും എടുക്കണം. പിന്നെ ഇതാ ബാമ്പൂ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാതും കൂടെ ഒരു ഹൈറ്റ് നമുക്ക് അത്യാവശ്യം ഇത്ര വേണം നോക്കിയിട്ട് അതൊന്ന് ഒടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 4 എണ്ണമാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഈ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, അതിനനുസരിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി നമ്മൾ 4 സൈഡിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇത് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഗ്ലൂ ഗൺ കുറച്ച് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒട്ടിക്കുമ്പോഴാണ് കുറച്ച് ഇത് കേട്ടോ. അപ്പോൾ ഒന്ന് പിടിച്ചു കൊടുക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് വേണം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. ഗ്ലൂ ഗൺ ഉണങ്ങുന്ന വരെ നമ്മളൊന്ന് പിടിച്ചു കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഗ്ലൂ ഗണ്ണ് പകരമായിട്ട് എംസിയിലോ അല്ലെങ്കിൽ എയർ ഡ്രൈ ക്ലേ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽ വെച്ച് കൊടുത്താലും കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കും കേട്ടോ. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ടച്ച് ചെയ്യാൻ പറ്റുന്ന ആകുമ്പോൾ നമ്മൾ കൈ ഒന്ന് നനച്ചൊട്ടിച്ച് കൊടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എന്താ മുകളിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. 3 സ്റ്റിക്കിൻ്റെ മുകളിൽ 3 അല്ലേ 4 സ്റ്റിക്ക് ഉണ്ടല്ലേ, 4ൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പിസ്താഷ്യയിൽ വെച്ച ആ ഒരു സംഭവമില്ലേ, അത് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് ഒട്ടണം കേട്ടോ. ഒട്ടാനനുസരിച്ചുള്ള ഗ്ലൂ നമ്മൾ ഇട്ട് കൊടുക്കണം. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗ്ലൂ ഒട്ടിയില്ലെങ്കിൽ നമ്മൾക്ക് ചെയ്ത പണിയൊക്കെ വെറുതെ ആവും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടട്ടെ. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ, നന്നായിട്ട് ഒട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ചും കൂടെ ഗ്ലൂ ഞാൻ വീണ്ടും ഈ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഉണങ്ങിയതിന് ശേഷം ആണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ആയിട്ട് നിൽക്കുന്ന ഗ്ലൂ ഒക്കെ ഒന്ന് കളയണം കേട്ടോ. അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വരുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്ലൂ ഗൺ ചെയ്യുമ്പോൾ കേട്ടോ. അതായത് അതിൻ്റെ എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഗ്ലൂവിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പറിച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം പറിച്ച് നല്ല വൃത്തിയാക്കിയതിന് ശേഷം കുറച്ചും കൂടെ ഗ്ലൂ ഗൺ ഞാൻ എടുത്തിട്ട് ഗ്ലൂ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ആ ഒരു സ്റ്റിക്കിൻ്റെ ചുറ്റിലും വെച്ച് കൊടുക്കുകയാണ്. ഒട്ടും വീണ് പോയരുതല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ കയ്യൊന്ന് നനച്ച് ഒന്ന് ആക്കി കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ ഒട്ടി കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ കയ്യിൽ അക്രിലിക് പെയിൻറ്റ് വേണമെങ്കിൽ ചെയ്യാം. ഇതാകുമ്പോൾ പെട്ടെന്ന് പണി കഴിയുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്ത്. അപ്പോൾ ഇതൊന്ന് ചെയ്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ സ്പ്രേ പെയിൻ്റൊക്കെ ചെയ്ത് അടിപൊളിയായി ഉണക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഞാൻ ഇതുണ്ടല്ലോ നമ്മുടെ ഹോം സെൻറ്ററിൽ പോയപ്പോൾ കണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തേട്ടോ. അതുപോലെ ഐക്കിയ ഒക്കെ പോകുമ്പോഴൊക്കെ ഈ ഒരു മോഡലൊക്കെ കാണും. അതിൽ കണ്ടപ്പോൾ നേരെ നമ്മുടെ ക്യാപ്പ് വെച്ച പോലെ താഴെ ചെറിയതും മുകളിൽ വലുതുമായിരുന്നു. പക്ഷേ ഞാനത് മാറ്റിയിട്ട് പിസ്താഷ്യലും കൂടെ വെച്ച് കൊടുത്തതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്കൊന്ന് ഡെക്കോർ ചെയ്ത് നോക്കാം കേട്ടോ. ടേബിളിൽ ഇതേപോലെ ക്യാൻഡിൽസും കൂടെ വെച്ച് കൊടുക്കാം. താഴെയും വെച്ച് കൊടുക്കാം, മുകളിലും വെച്ച് കൊടുക്കാം. ക്യാൻഡിൽ ഹോൾഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. റമദാനൊക്കെ അല്ലേ വരുന്നത്. അപ്പോൾ നമ്മൾ വൈകിട്ടൊക്കെ വീടൊക്കെ ഒന്ന് ക്യാൻഡിലൊക്കെ ചെയ്ത് വെക്കൂലേ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ചെയ്ത് കൊടുക്കാം. അത് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഊതൊക്കെ കത്തിക്കുമ്പോണ്ടല്ലോ, ആ ഒരു ഊത് കത്തിക്കുന്ന ആ പാത്രം ഉണ്ടല്ലോ, അതും ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇതിൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഊതൊക്കെ കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് പാത്രമൊന്നും വെക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അതിന് പകരമായിട്ട് നമ്മൾ മെറ്റൽ ആയിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പ് ഉണ്ടല്ലോ, അതാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും വരാം പുതിയ വീഡിയോ ആയിട്ട്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഓൾ.